കൂട്ടുകാരെ, ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കൂവപ്പൊടി വിരകുന്നതാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. കൂവപ്പൊടി വിരകുക എന്നാണ് പറയുന്നത്. ഇതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പളവിൽ പൊടിയാണ് എടുത്തുള്ളത്, കൂവപ്പൊടി. ഈ കൂവപ്പൊടി കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയതാണ്. അത് ഈ ഒരു വർഷവും ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ ചെയ്തിടുന്നതാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഏറിയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം അടുത്ത് വയ്ക്കുകയും വേണം, കാരണം ഇത് വല്ലാതെ കുറുകുമ്പോൾ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഈ പൊടിയും ഈ വെള്ളവും തമ്മിൽ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. കട്ട കെട്ടാതെ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 4 കപ്പ് വെള്ളം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഇളക്കിയ ശേഷം നമുക്ക് കുറഞ്ഞ തീയിൽ വേണം ഇത് ഇളക്കിയെടുക്കാൻ, അടുപ്പത്ത് വെക്കാൻ. കൂവ വിരകിയതിലേക്ക് ചേർക്കുന്നതിനായിട്ട് 4 വലിയ അച്ച് ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുകയാണ് ഞാൻ. ഏകദേശം ഇത് ഉരുകി വന്നിട്ടുണ്ട്. ഇതിൽ ശർക്കരയുടെ കഷ്ണങ്ങളൊക്കെ അലിഞ്ഞു ചേരും വിധം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഒരു കഷ്ണം ഇനിയും അലിയാനുണ്ട്, അതും കൂടെ അലിഞ്ഞിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ഈ കലക്കി വെച്ചിട്ടുള്ള കൂവപ്പൊടി ഇതിലേക്ക് ഇളം ചൂടോടുകൂടിയാണ് ഞാൻ ഈ ശർക്കര ഉരുക്കിയത് പകർന്നു കൊടുക്കുന്നത്. ഇതിലെ വെള്ളം കൂടി ഇതിൽ വരും, 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ വരും ശർക്കരയുടെ ഒപ്പം. ഇനി നമുക്കിത് മുഴുവൻ പാർന്ന ശേഷം അടുപ്പത്ത് വെച്ച് വിരകിയെടുക്കണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നാളികേര കൊത്ത്, 1/2 മുറി നാളികേരത്തിൻ്റെ കൊത്ത് ഇതുപോലെ നല്ല പോലെ മൊരിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നവരെ മൊരിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു 4 ഏലക്ക ഒന്ന് കുത്തിച്ചതച്ചിടുക. ഇതും കൂടി ഒന്ന് നല്ല പോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. നാളികേര കൊത്തിപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. നല്ല മണമാണ് വരുന്നത്, ഏലക്കായയുടെ ഒരു മണം, വറുത്തു കോരിയ നാളികേരത്തിൻ്റെ മണം. ഈ നെയ്യ് അടക്കം നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നാളികേര കൊത്തും കൂടി നമുക്ക് ഈ കൂവ കലക്കിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വിരകിയെടുക്കാം. ഇപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട കെട്ടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാൻ നോൺ സ്റ്റിക്കിലാണ് വെച്ചിട്ടുള്ളത്, ചീനച്ചട്ടിയിലും വെക്കാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഇളക്കൽ തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ പൊടി നല്ല പോലെ വേവണം. വെന്തില്ലെങ്കിൽ ഒരു പച്ചമണമായിരിക്കും. മാത്രമല്ല അത് വയറിന് കേടുമാണ്. അപ്പോൾ ഈ പൊടി നല്ലോണം വേവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൂടാതെ 1 ഗ്ലാസ് വെള്ളം എപ്പോഴും എടുത്ത് വെക്കണം. ഇതിനി കൂടുതൽ കട്ട വരുമ്പോൾ, അതായത് വേവാതെ വരുമ്പോൾ പറന്നു കൊടുത്ത് വീണ്ടും ഇളക്കാനാണ്. ഇത് മതിയാകും, എങ്കിലും നമുക്ക് ഓരോ പൊടിയുടെ പ്രത്യേകത പോലെ ഇരിക്കും. ഈ വെള്ളം ധാരാളം മതി ഇതിന്. ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. 5 മിനിറ്റോളം ഇളക്കണം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വെള്ളം കുറുകാൻ തുടങ്ങി, കട്ടി വരാൻ തുടങ്ങി. തീ നല്ല പോലെ താഴ്ത്തി കൊടുക്കണം ആ സമയത്ത്. ഇത് വിരകി വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്പീഡിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയൊന്നും പൊള്ളരുത്, സ്പീഡിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് കുറുകി വന്നു കഴിഞ്ഞു. വളരെ പെട്ടെന്നാണ് ഇത് കുറുകുക, വളരെ പെട്ടെന്ന്. അപ്പോൾ അതിങ്ങനെ കട്ട കെട്ടാൻ തുടങ്ങി. എല്ലാ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. നല്ല ശക്തിയിൽ ഇളക്കണം. അത് കുറുകി വന്നിട്ടുണ്ട്. എവിടെ ഒട്ടിയൊന്നും പിടിക്കില്ല. സംഭവം റെഡി ആയിട്ടുണ്ട്. വെള്ളം മുഴുവൻ പോകണം ഇതിൽ. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നെയ്യ് ഉള്ളത് കൊണ്ട് ഇത് അടി ഭാഗമൊക്കെ വിട്ട് വരും. വീണ്ടും നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കുറഞ്ഞ തീയിലാണ് ഞാനിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഈ അടിഭാഗമൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നത് ഇതിൽ നെയ്യ് ചേർത്തിയത് കൊണ്ടാണ്.
നല്ലൊരു പാകമായി വന്നിട്ടുണ്ട്. ഏലക്കായുടെ മണവും ഈ നാളികേരക്കൊത്ത് ഇതിലിങ്ങനെ കട്ടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. എത്ര കൂടുതൽ ചേർക്കുന്നുവോ അത്രയും ഇത് ടേസ്റ്റാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തിരുവാതിര നക്ഷത്രം ലോകനാഥനായ വിശ്വനാഥനായ പരമശിവന്റെ നാളാണ്. ഈ തിരുവാതിര നക്ഷത്രത്തിൽ അത്രേ പാർവതിയുടെയും ശിവന്റെയും പരിണയം നടന്നതും തിരുവാതിര കളിക്കുന്നതും ആ ദിവസത്തിൽ ആണത്രേ. പണ്ട് സ്ത്രീകൾ മുറ്റത്ത് തിരുവാതിര കളിക്കുകയും പുലർച്ചെ കുളത്തിൽ പോയി തുടിച്ചു കുളിക്കുകയും ചെയ്തിരുന്നു. പുലർച്ചെ കുളത്തിൽ ചെന്ന് കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞ് കയറി പൂവം പഴവും വെറ്റില അടക്കിയും കഴിച്ച ശേഷമാണ് സ്ത്രീകൾ മുറ്റത്ത് വന്ന് തിരുവാതിരക്കളി നടത്തിയിരുന്നത്. മകയിരവും തിരുവാതിരയും ചേർന്നുള്ള സമയത്താണ് ലോകനാഥനായ പരമശിവന്റെ ജനനം ആരംഭിക്കുന്നത് എന്ന് വിശ്വാസം. തിരുവാതിര വ്രതം എടുക്കുന്നത് ദീർഘസുമംഗലികളായിരിക്കാനും വിവാഹം നടക്കാത്ത കുട്ടികൾക്ക് നല്ലൊരു വിവാഹം നടക്കുവാനും വേണ്ടി ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പണ്ടുകാലത്ത് സ്ത്രീകൾ കുടുംബങ്ങളിൽ എല്ലാവരും തന്നെ തിരുവാതിര വ്രതം എടുക്കുകയും തിരുവാതിര കളിക്കുകയും ചെയ്തിരുന്നു. മൂത്രാശയ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും കൂവപ്പൊടി വളരെ വിശേഷപ്പെട്ടതാണ്. യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ആളുകൾ ഈ കൂവപ്പൊടി കലക്കിയ ഇളം ചുടുവെള്ളം കുടിക്കുന്നത് അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ ഉപകരിക്കും. ഈ ഒരു കൂവ വിരകിയത് കഴിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിനും വളരെ വിശേഷപ്പെട്ടതാണ്. ട്രൈ ചെയ്യൂ. അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അലങ്കരിക്കാം. ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. ഇത് ഒരു 3-4 സ്പൂൺ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.